പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കാനാകില്ലെന്ന് കോറോ ഹെൽത്ത്. പിരിച്ചുവിട്ടവർക്ക് 5 മാസത്തെ ശമ്പളം നൽകാമെന്ന് കോറോ ഹെൽത്ത്. കൂടുതലായി ഒന്നും ചെയ്യാനില്ലെന്ന് സംസ്ഥാന സർക്കാർ. വിവരങ്ങളുമായി അഞ്ജു എസ് പാലൻ കൂടി ചേരുന്നുണ്ട്. അഞ്ജു, സംസ്ഥാന സർക്കാരും കൈയൊഴുകിയാണ് ഈ ജീവനക്കാർക്കെതിരെ 5 മാസത്തെ ക്രോസ് സാലറി മാത്രം നൽകാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കമ്പനി ഉറപ്പ് നൽകിയിരിക്കുന്നത്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായത്? ശരണ്യായി, കോറോ ഹെൽത്തിൽ ജോലി ചെയ്തിരുന്ന 800-ലധികം ജീവനക്കാരെയാണ് കൊച്ചിയിലും കോഴിക്കോട്ടുമായി പിരിച്ചുവിട്ടത്, മുന്നറിയിപ്പൊന്നുമില്ലാതെ. പക്ഷേ ഈ മുഴുവൻ ജീവനക്കാരെയും തിരിച്ചെടുക്കണമെന്നുള്ള ആവശ്യത്തിൽ കോറോ ഹെൽത്ത് കമ്പനി മുന്നോട്ട് പോയില്ല. അത് സാധിക്കില്ല എന്നുള്ള കാര്യമാണ് അവർ അറിയിച്ചത്. 12% ജീവനക്കാരെ മാത്രം മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റാമെന്നുള്ള കാര്യമാണ് അവർ ഇന്നത്തെ ചർച്ചയിൽ അറിയിച്ചത്. പക്ഷേ അത് ഈ ജീവനക്കാർ തന്നെ അതിൽ തൊഴിൽ സുരക്ഷിതത്വം അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് അത് വേണ്ട എന്നുള്ള ആവശ്യം ജീവനക്കാർ തന്നെ അറിയിച്ചതിനെ തുടർന്നാണ് ആ ഒരു തീരുമാനം ഉപേക്ഷിക്കുന്നത്. എന്തായാലും മുഴുവൻ ജീവനക്കാരെയും തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് കമ്പനി ജീവനക്കാർ അറിയിച്ചു. ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായിട്ടില്ല. പകരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു നടപടി എന്ന് പറയുന്നത് 5 മാസത്തെ ഗ്രോസ് സാലറി അവർക്ക് നൽകാമെന്നും ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് നൽകേണ്ട എല്ലാത്തര സർട്ടിഫിക്കറ്റുകളും നൽകാമെന്ന കാര്യവും കമ്പനി രേഖാമൂലം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ ചർച്ചയിൽ. ഇതാണ് ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടായ ഒരു നടപടി. ഈ നടപടിയിൽ താൽക്കാലികമായി ജീവനക്കാർക്ക് സംതൃപ്തരാണ്. കാരണം തിരിച്ചെടുക്കണമെന്നുള്ള ആവശ്യം ഒരിക്കലും കമ്പനി അംഗീകരിക്കാത്തിടത്തോളം കാലം അവർക്ക് ആവശ്യമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. സർക്കാരിനും അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെന്നാണ് മന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് ഈ 5 മാസത്തെ സാലറി നൽകിയതിൽ ഇവർ നിലവിൽ ഈ 5 മാസം സാലറി നൽകുന്നതിലും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് നൽകുന്നതും ഉപയോഗിച്ച് ആ ഒരു നടപടിയിലാണ് ഇപ്പോൾ ഈ ഒരു കാര്യം ഒത്തുതീർപ്പാക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സർക്കാർ ജിടെക്കിൽ ഇവർക്ക് തൊഴിൽ നൽകാമെന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ചർച്ചയിൽ വ്യവസായ മന്ത്രിയായ കുഞ്ഞാലിക്കുട്ടി ഒരു ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ ഉറപ്പിന്മേൽ ഒരു ആശങ്ക ഇപ്പോഴും ഈ ജീവനക്കാർക്ക് നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവർ ജോലി ചെയ്യുന്നത് മെഡിക്കൽ കോഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഈ ജിടെക്കിലടക്കം മറ്റ് സോഫ്റ്റ്വെയർ കാര്യങ്ങളിലാണ് ജോലി നടക്കുന്നത്. അപ്പം ഇവർക്ക് ജിടെക്കിൽ ഒരു ജോലി ചെയ്യാനുള്ള ഒരു അവസരം നിലവിലില്ല എന്നൊരു ആശങ്ക ഈ ജീവനക്കാർക്കുണ്ട്. അപ്പം ആ ഒരു ആശങ്ക നിലവിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ മന്ത്രിയോട് അക്കാര്യത്തിൽ ഒരു വ്യക്തത ചോദിക്കുമ്പോൾ മന്ത്രിയും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ കാര്യങ്ങളിലെ ജീവനക്കാരുടെ ആശങ്കകൾ ഉടൻ തന്നെ പരിഹരിക്കുമെന്നൊരു കാര്യമാണ് മന്ത്രി അതിൽ പറഞ്ഞത്. അതിലൊരു കൃത്യമായ ഒരു ഉറപ്പോ അല്ലെങ്കിൽ ആ പ്രതിസന്ധി ഒന്ന് മാറ്റാനുള്ള ഒരു ഇടപെടലോ ഇന്നെന്തായാലും ചർച്ചയിൽ ഉണ്ടായിട്ടില്ല. നിലവിൽ എന്തായാലും കോറോ ഹെൽത്തിലെ ജീവനക്കാരുടെ പ്രശ്നത്തിന് താൽക്കാലികമായ ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. 5 മാസത്തെ സാലറി അവർക്ക് നൽകും, കൂടാതെ ജോലിക്ക് വേണ്ട സർട്ടിഫിക്കറ്റുകളും നൽകും എന്നുള്ളൊരു ഉറപ്പാണ് നിലവിൽ ഈ കമ്പനിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നത്. 2.5 മണിക്കൂറായിരുന്നു. 2.5 മണിക്കൂറിലധികം ഈ ചർച്ച നീണ്ടുപോയി. കമ്പനിയുടെ പ്രതിനിധികളും അതുപോലെ തന്നെ ഈ കോഴിക്കോട്ടെയും കൊച്ചിയിലെയും 4 ജീവനക്കാർ വീതവുമാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തത്.